അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും വിശ്വാസിയുണ്ടോ? ഓരോ ഹജ്ജിന്റെ സീസൺ എത്തുമ്പോഴും അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഹജ്ജിനുള്ള അവസരം നീ നൽകണേ അള്ളാഹ്. ഈ വർഷം 20 ലക്ഷത്തിലധികം ഹജ്ജിമാരാണ് മക്കയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു തആല അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തുമൊക്കെ പരിപൂർണമായ രൂപത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. സമീപ ഭാവിയിൽ തന്നെ ഹജ്ജിനും ഉംറക്കും സിയാറത്തിനുമുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഹജ്ജ് വലിയൊരു സ്വപ്നമാണെങ്കിലും ഓരോരുത്തർക്കും വലിയ ആഗ്രഹമുണ്ടെങ്കിലും അതിനുവേണ്ടി വരുന്ന ലക്ഷങ്ങളുടെ ചെലവുകൾ ഓർക്കുമ്പോൾ പലർക്കും സാധിക്കാറില്ല. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ്, അത് സാധുക്കളായ മനുഷ്യന്മാർക്ക് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വലിയൊരു ആശ്വാസമാണ്. ലക്ഷങ്ങളുടെ ചെലവില്ലാതെ, വലിയ അധ്വാനമില്ലാതെ, കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും സഹിക്കാതെ തന്നെ ഹജ്ജിന്റെയും ഉംറയുടെയും പരിപൂർണമായ രൂപത്തിൽ ചെയ്ത പ്രതിഫലം ലഭിക്കാനുള്ള അവസരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ, ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു, സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തദ്ലുഅ അശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ തന്നെ ഇരുന്ന് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലി, അതിനുശേഷം സുമ്മ സ്വല്ല റകഅത്തൈൻ, 2 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വഉംറത്തിൻ താമ്മത്തിൻ താമ്മ, അവന് പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം അല്ലാഹു തആല നൽകുന്നതാണ്. അപ്പോൾ ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്ത് നിസ്കരിക്കുന്നു, പിന്നെ അവിടെ തന്നെ ഇരുന്ന് സൂര്യോദയം വരെ ഇരിക്കുകയും അവിടെ ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ഇൽമു കേൾക്കുന്നു, പഠിക്കുന്നു, വഅദിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നു, അങ്ങനെ അല്ലാഹുവിനെ സ്മരിക്കുന്ന ഏത് പ്രവർത്തനമായിക്കോട്ടെ, അങ്ങനെ സൂര്യോദയം വരെ അതൊക്കെ തുടർന്ന് സൂര്യോദയത്തിന് ശേഷം 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം, സൂര്യോദയത്തിന് ശേഷം എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉടനെ എന്നല്ല, ദുഹാന സമയം വരെ ഏകദേശം 20 മിനിറ്റ് വരെ കാത്തിരുന്ന് അതിനുശേഷം 2 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവന് ഹജ്ജിന്റെയും ഉംറയുടെയും താമത്തിൻ പരിപൂർണമായ അത്രയും തഅക്കീദായി ശക്തമായി കൊണ്ടാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല, അള്ളാഹു അവന് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കൊടുക്കും. അപ്പോൾ ഓരോ വിശ്വാസികൾക്കും, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ദിവസവും ഹജ്ജ് ചെയ്ത, ദിവസവും ഉംറ ചെയ്ത പ്രതിഫലം ലഭിക്കാവുന്ന വലിയൊരു ഹദീസാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള ധാരാളം നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.